കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ഇച്ഛാശക്തി വളരെ കൂടുതലുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ കോൺഫിഡൻറ്റും ആയിരിക്കും. ഇവർക്ക് ഒരു ആഗ്രഹം തോന്നിയാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഏത് അറ്റം വരെയും പോവും. അതിനുള്ള കഴിവും ഇവർക്കുണ്ട്. അതുമാത്രമല്ല, ഇവർക്ക് ഒരാളുടെ കീഴിൽ നിൽക്കാൻ വലിയ ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് ഇവരെപ്പോഴും സ്വന്തം തീരുമാനത്തിൽ നിൽക്കും. അതുകൊണ്ട് ഇവർക്ക് ജോലി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ ജനിക്കുമ്പോൾ മുതൽ അങ്ങനെയാണ്. അതുകൊണ്ട് ജോലി പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ബിസിനസ്സിൽ വിജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ കഴിവ് ഇൻബോണ്ടായിട്ട് നിങ്ങൾക്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആത്മവിശ്വാസം കൂടുതലായെന്നത്. സൂര്യൻ്റെ കീഴിൽ നിൽക്കുന്ന നക്ഷത്രം ആയതുകൊണ്ടാണ് ഇവർക്ക് ആത്മവിശ്വാസം കൂടുന്നത്. ആത്മവിശ്വാസം മാത്രമല്ല, സൂര്യൻ്റെ കീഴിൽ നിൽക്കണം കൊണ്ട് ഇവർ കൂടുതൽ ബലമുള്ളവരുമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ വളരെ തടസ്സങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് വ്യക്തിഗതമായിട്ടുള്ള വളർച്ച കൂടുതലായിരിക്കും. പക്ഷെ പല കാര്യത്തിലും ഇമോഷണലി ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അത് അനുഭവപ്പെടുകയില്ല. നല്ലൊരു അനുയോജ്യമായ മാസമായിരുന്നു നിങ്ങൾക്ക് മെയ്. പക്ഷെ പല കാര്യത്തിലും നിങ്ങൾക്ക് അനുയോജ്യമായിരുന്നില്ല. അത് അനുഭവപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ആത്മവിശ്വാസം നിലനിർത്താൻ പരമാവധി ശ്രമിക്കുക. ഇതേപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ജൂൺ മാസം വരിക. കാരണം നിങ്ങൾ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും പല കാര്യത്തിലും തടസ്സങ്ങളാണ്. നിങ്ങൾക്ക് സ്വയം മടുത്തു പോവും. അതുകൊണ്ട് സാന്ദ്രമായി പ്രവർത്തിക്കുക എന്നത് മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണുന്ന ഒരു പോംവഴിയുള്ളൂ. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ ആ തടസ്സങ്ങൾ മാറ്റി മാറ്റി പോവുക. തടസ്സത്തിന് മേലെ തടസ്സം വരും, നിങ്ങൾക്ക് വെറുപ്പ് വരും. വേണമെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ടൈം റെസ്റ്റ് എടുക്കാം. പക്ഷെ ഒരിക്കലും അത് നിർത്തി വെക്കാൻ പാടില്ല. എല്ലാം തടസ്സമാണ്, തടസ്സത്തിന് മേലെ തടസ്സമാണ് എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ആലോചിച്ചിരിക്കാൻ പാടില്ല. നിങ്ങൾ റെസ്റ്റ് എടുക്കുക, വീണ്ടും തുടങ്ങുക. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് കുറച്ച് ഡിപ്രഷനാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് പരമാവധി ഒരു കയ്യബദ്ധം ഒന്ന് നടത്താണ്ട് ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. ഇപ്പോൾ കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ സൂക്ഷിച്ച് മാത്രമേ മുന്നോട്ട് പോകാറുള്ളൂ. അതുകൊണ്ട് ഇവർ മുൻകാലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ ലാഭം വരാൻ സാധ്യത ജൂണിൽ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു നല്ലൊരു ജോബ് കിട്ടും. പക്ഷെ അത് നിങ്ങൾ സൂക്ഷിച്ച് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ സൂക്ഷിച്ച് മാത്രം ആ ജോലിക്ക് പോവുക. എന്തൊക്കെ വന്നാലും മറ്റുള്ളവർ പറയണ കേൾക്കാതെ മനസ്സിലെന്ത് തോന്നുന്നോ അത് മാത്രം ചെയ്യുക. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രോബ്ലമൊക്കെ ഉണ്ടാവും. അത് കാര്യമാക്കരുത്. ജൂൺ മാസത്തിൽ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്ട്രെങ്തനിങ് ആവും. കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ മനസ്സിലുള്ളത് തുറന്ന് പറയാൻ ശ്രമിക്കുക. നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മെൻ്റലി നല്ല ക്ലാരിറ്റി ഉണ്ടാകും. അതുകൊണ്ട് ജൂൺ മാസം പൊതുവെ നല്ലതാവാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഞാൻ പറയണ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് മോശമായിട്ട് ഭവിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ജൂൺ 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ആയിരിക്കും കൂടുതലും നിങ്ങൾക്കൊരു ജോലി കിട്ടുക. റിലേഷൻഷിപ്പിൻ്റെ കാര്യം, ഇമോഷണൽ ബോണ്ടിങ് നടക്കുന്നത് ജൂൺ 16-നും 20-നും ഇടയിലായിരിക്കും. ജൂൺ 24-നും 28-നും ഇടയിലായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തിക മെച്ചമുണ്ടാവുക. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെ അവൈലബിൾ ആയിരിക്കും.